പറയുന്നു വസൗമു റമളാൻ മാസത്തിലെ നോമ്പുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ യുവതലമുറ പറയുകയാണ് നിസ്കാരം നമുക്കുള്ളതല്ല, അത് പ്രായമുള്ളവർക്കാണ്, അത് ഉസ്താദന്മാർക്കുള്ളതാണ്. നമ്മൾ പടച്ചവനെ നോമ്പ് പിടിച്ച് നടക്കേണ്ടവരല്ല, നിസ്കരിച്ച് നടക്കേണ്ടവരല്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. പടച്ചവനെ കളിയാക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ നിസാരമായി പറയുകയാണ്. പടച്ചവനെ റമളാൻ മാസത്തിൽ 30 ദിവസം നോമ്പ് പിടിക്കാൻ സഹോദരാ പരിഹസിക്കുന്നവരില്ലേ, നോമ്പ് പിടിക്കാതെ നടക്കുന്നവരില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെ നിസാരമാക്കി കഴിഞ്ഞാൽ അവന് കുഫറിലേക്ക് മടങ്ങുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചരിത്രം പറയുകയാണ്. അബൂ ഹുറൈറ തങ്ങൾ പറയുന്ന ചരിത്രം എന്താ? കാന റജുലാനി ഫീ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേൽ പെട്ടിരുന്ന ജീവിച്ചിരുന്ന 2 ചെറുപ്പക്കാരുടെ കഥയാണ് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ബനു ഇസ്രായേൽ ജീവിച്ചിരുന്ന 2 ചെറുപ്പക്കാരുടെ ചരിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ 2 ചെറുപ്പക്കാരിൽ ഒരാള് നല്ല മനുഷ്യനെ, അറിവ് പഠിച്ച ഒരാള്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരാൾ. പക്ഷേ രണ്ടാമത്തെ മനുഷ്യനാകട്ടെ അതിന് നേരെ ഓപ്പോസിറ്റ്, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ, തോന്നിവാസിയെ പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് രണ്ടാമത്തെ ആള്. അപ്പൊ ഒരാള് നല്ലവനും രണ്ടാമത്തവന് വളരെ മോശമായ ജീവിതം നയിക്കുന്ന ഒരാളുമാണ്. അപ്പൊ ഈ നല്ലവനായ മനുഷ്യന് എപ്പോഴും ഈ മോശക്കാരനെ ഉപദേശിക്കാറുണ്ട്. നീ ഇങ്ങനെ നടക്കരുത്, നീ കള്ളു കുടിക്കരുത്, നീ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കരുത്. എപ്പോഴും ഇങ്ങനെ രാവും പകലും കാണുമ്പോഴൊക്കെ ഉപദേശിക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഉപദേശിക്കാറുണ്ട്. അവസാനം ഉപദേശം കേട്ട് 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 ഈ ചങ്ങാതി അങ്ങ് മടുത്തു. അപ്പൊ അവസാനം ഇങ്ങനെ ഉപദേശിക്കുന്നത് കേട്ടപ്പോ ചോദിച്ചു, നിന്നെ എന്താ അല്ല എന്നെ അങ്ങ് ഏൽപ്പിച്ചേക്കുവാണ് 24 മണിക്കൂർ എന്നെ ഉപദേശിക്കാൻ വേണ്ടി, എന്റെ കാവൽക്കാരനായി എന്റെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുവാണ്. എടാ, നീ നിന്റെ പണി നോക്ക്. നീ എപ്പോഴും ഇങ്ങനെ ഉപദേശിക്കുന്നല്ലോ, നീ എന്നെ ഉപദേശിക്കാൻ വേണ്ടി നിന്റെ പണി ഇത് തന്നെയാണോ? എപ്പോഴും എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ നടക്കുന്നല്ലോ. എടാ, നീ നിന്റെ പണി നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ എന്ത് പാപം ചെയ്താലും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും. ഞാൻ അള്ളാഹുടെ മുമ്പിൽ ചെല്ലുമ്പോ ഞാൻ രക്ഷപ്പെടും, ഞാൻ സ്വർഗത്തിൽ പോകും. നീ നിന്റെ പണി നോക്ക്. അപ്പോഴേ ഈ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന് എപ്പോഴും ഇങ്ങനെ ഉപദേശിക്കുമ്പോ ഇവന്റെ മറുപടി എന്താ? ഞാൻ എന്ത് പാപം ചെയ്താലും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും. നീ നോക്കിക്കോ, നാളെ അള്ളാഹുടെ മുമ്പിൽ ചെല്ലുമ്പോ അള്ളാഹ് എനിക്ക് സ്വർഗം തരും. നീ എന്നെ ഇങ്ങനെ ഉപദേശിച്ച സമയം കളയാതെ നീ പോടാ ചങ്ങാതി എന്ന് പറയുന്ന രീതിയിൽ അവിടെ നിന്ന് ആ ഒരു ഉപദേശത്തിനെ ഒരു നിസ്സാരമാക്കുന്ന രീതിയിൽ ഇയാൾ ഇങ്ങനെ സംസാരിച്ചു. ഇത് കേട്ടപ്പോ ആ ബനു ഇസ്രായേലിലെ ഉപദേശിച്ച മനുഷ്യന് വല്ലാത്ത ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഒരിക്കലും നിന്റെ പാപം പുറത്തു തരൂല, അള്ളാഹു ഒരിക്കലും നിന്റെ പാപം പുറത്തു തരൂല, നീ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല. അദ്ദേഹത്തിനുണ്ടായ ദേഷ്യത്തിന്റെ പുറത്ത് ആ മോശമായ ജീവിതം നയിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, അള്ളാഹു ഒരിക്കലും നിനക്ക് പുറത്തു തരൂല, നീ ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കൂല, അള്ളാഹ് നിനക്ക് സ്വർഗം തരൂല എന്നവിടെന്ന് വാശി പടച്ചവനെ ആ ദേഷ്യപ്പുറത്ത് ആ മനുഷ്യനവിടെന്ന് പറയുകയാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 2 പേരും അവിടെ നിന്ന് മരണപ്പെട്ടു. ആ 2 പേരും ആ മോശമായ ജീവിതം നയിച്ച മനുഷ്യനും അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, അവര് 2 പേരും അവിടെ നിന്ന് മരണപ്പെടുകയാണ്. അവര് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പേരെയും അല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. 2 പേരെയും അല്ലാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അറിവുള്ള അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ചിരുന്ന മനുഷ്യനോട് അല്ലാഹു ചോദിക്കുകയാണ്, ഇവന് ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഈ മനുഷ്യനെ ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന്, അവന് ഞാൻ സ്വർഗം കൊടുക്കില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പടച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ എവിടെന്ന് ചോദ്യം ചെയ്യുകയാണ്.
അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ അള്ളാഹു അവിടുന്ന് ചോദ്യം ചെയ്തിട്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടല്ലോ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തുണ്ടല്ലോ. അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എത്ര വലിയ പാപം ചെയ്താലും അള്ളാഹു പുറത്തു തരുന്നവനാണ്. ഒരാളും അള്ളാഹുവിൽ നിന്ന് വിദൂരമാകില്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾ നിരാശപ്പെടണ്ട, ഞാൻ പുറത്തു തരുന്നവനാണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അള്ളാഹു പുറത്തു തരുന്നവനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പാപം ചെയ്തവന്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല. നീ ഒരു കാലത്തും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കൂല എന്ന് പറഞ്ഞ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ മലക്കുകളെ ഏൽപ്പിക്കുകയാണ്. ആ മനുഷ്യനെ പടച്ചവനെ അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകത്തിലേക്ക് അതാ സബാനിയത്തിന്റെ മലക്കുകൾ ആ മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. ആ കള്ളു കുടിച്ച് വിഭജിച്ച് വൃത്തികെട്ട ജീവിതം നയിച്ച നടന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചവനാണ്. എന്റെ റബ്ബെനിക്ക് പുറത്തു തരും. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു എന്നോട് കരുണ കാണിച്ചിട്ട് എനിക്ക് സ്വർഗം തരുമെന്ന് പ്രതീക്ഷ വെച്ചവനുണ്ടല്ലോ, ആ മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിലേക്ക് കടത്തിവിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹു നിനക്ക് പുറത്തു തരൂല, നീ നരകത്തിന്റെ അവകാശിയാ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ലടോ. കാരണം അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. എത്ര വലിയ അപരാധം ചെയ്തവനും പടച്ചവനെ, പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാണ് പടച്ച റബ്ബ്. അല്ലാഹുവേ, ഖബറിൽ കിടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് പോലും പുറത്തു കൊടുത്തവനാണല്ലോ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ദിവസം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്നത് ജീവിതത്തിൽ ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ സഹോദരാ. ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും എനിക്കും നിങ്ങൾക്കും ഓർത്തെടുക്കാൻ കഴിയാത്ത രീതിയിൽ കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈ കൊണ്ട് പിടിച്ചത് പാപമാണ്, നടന്നു പോയത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ്. ഒരു ദിവസത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് അപരാധം ചെയ്ത ഞാനും നിങ്ങളും ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി എന്ന് പടച്ചവരോട് ചെയ്തു പോയ പാപങ്ങൾ കഴുകാൻ അല്ലാഹു തന്നിരിക്കുന്ന അവസരമാ. അതുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ അല്ലാഹുവേ, ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു നമ്മുടെ പാപം മുഴുവനും കഴുകിക്കളയാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഒരാളും അല്ലാഹു നമുക്ക് പുറത്തു തരില്ല എന്ന് പറയുന്നൊരു ചിന്ത നമുക്ക് വേണ്ട. അല്ലാഹുവാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പുറത്തു തരുന്നവൻ. അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധമായ റമളാനിൻ്റെ പുണ്യങ്ങൾ നിറഞ്ഞ രാവുകൾ അങ്ങനെ അതിവേഗം ഇങ്ങനെ കടന്നു പോകുകയാണ്. ഓരോ ദിവസവും നമ്മളിൽ നിന്നിങ്ങനെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലകളുണ്ടല്ലോ, അത് 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ, ആ 3 കാര്യങ്ങളെ നിസാരമാക്കി കഴിഞ്ഞാൽ പടച്ചവനെ അവനതാ കാഫിറായി പോവുകയാണ്, ഇസ്ലാമിന്റെ പുറത്തായി പോവുകയാണ്. ആ 3 കാര്യങ്ങൾ നബിതങ്ങൾ എണ്ണി പറയുകയാ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ശിലകളെ കുറിച്ച് എണ്ണി പറയുമ്പോ നിബിധങ്ങളെ എണ്ണി പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ, ഇതിനെ നിസാരമാക്കി കളഞ്ഞാൽ അവന് കുഫറിലേക്ക് പോവുകയാണ്. അതിലെ 1ാമത്തെ കാര്യം അല്ലാഹുവിൽ വിശ്വാസമില്ലാതെ വരിക. അല്ലാഹുവിനെ വിശ്വാസമില്ലാതെ വരിക. പടച്ചവനെ ആരാധനയ്ക്കിറങ്ങാൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല. പടച്ചവനെ ആ അല്ലാഹുവിൽ വിശ്വാസമില്ലാതെ വന്ന അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു വസ്സലാത്തുൽ മഖ്തൂബ, 5 വഖത്ത് നമസ്കാരം, 5 വഖത്ത് നമസ്കാരം. പടച്ചവനെ 3ാമതായിട്ട് നബി തങ്ങൾ പറയുന്നു വസൗമു റമളാൻ മാസത്തിലെ നോമ്പുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ യുവതലമുറ പറയുകയാണ് നിസ്കാരം നമുക്കുള്ളതല്ല, അത് പ്രായമുള്ളവർക്കാണ്, അത് ഉസ്താദന്മാർക്കുള്ളതാണ്. നമ്മൾ പടച്ചവനെ നോമ്പ് പിടിച്ച് നടക്കേണ്ടവരല്ല, നിസ്കരിച്ച് നടക്കേണ്ടവരല്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. പടച്ചവനെ കളിയാക്കുന്ന രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ നിസാരമായി പറയുകയാണ്. പടച്ചവനെ റമളാൻ മാസത്തിൽ 30 ദിവസം നോമ്പ് പിടിക്കാൻ സഹോദരാ, പരിഹസിക്കുന്നവരില്ലേ, പരിഹസിക്കുന്നവരില്ലേ, നോമ്പ് പിടിക്കാതെ നടക്കുന്നവരില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെ നിസാരമാക്കി കഴിഞ്ഞാൽ അവന് കുഫറിലേക്ക് മടങ്ങുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയുമോ? ഇന്നത്തെ യുവതലമുറ കള്ളും കഞ്ചാവും മയക്കുമരുന്നിനപ്പുറം നമ്മൾ ഭയപ്പെടേണ്ട ഒരു വിഷയമുണ്ടോ? ഇന്നത്തെ യുവതലമുറയ്ക്ക് അല്ലാഹുവിനെ വിശ്വാസമില്ല, ദീനിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല, ശരീഅത്തിന്റെ നിയമങ്ങളിൽ വിശ്വാസമില്ല, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അവർക്ക് വിശ്വാസമില്ല. അവര് പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ, ഈ ജീവിക്കുന്ന കാലം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതാണ്. ഈ ഉസ്താദന്മാര് വിദ്യാഭ്യാസമില്ലാത്തവരോട് ഓരോന്നും പറഞ്ഞ് കെട്ടുകഥകൾ പറഞ്ഞ് അവരെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് പോലെ വിദ്യാഭ്യാസമുള്ള കഴിവുള്ള ഞങ്ങളോട് പറഞ്ഞ എന്തിനാ ഉസ്താദേ ഇങ്ങനെ തെള്ളുന്നത്? സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ, ഖബറിനെ കുറിച്ച് പറയുമ്പോ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ നരകത്തെ കുറിച്ച് പറയുമ്പോ ഇന്നത്തെ യുവതലമുറ ചോദിക്കുകയാണ്. ഇന്ന് വിദ്യാഭ്യാസം കൂടിയ മക്കളോട്, മക്കളെ നിന്റെ വീട്ടിൽ അടുപ്പിനകത്ത് കത്തുന്ന തീയുണ്ടല്ലോ, അത് നരകത്തിലെ തീയുടെ 70% എന്ന് പറഞ്ഞു കൊടുത്ത ആ പറഞ്ഞവന്റെ മുഖത്ത് നോക്കുകയാ. അവർക്കൊരു പുച്ഛമാടോ, അതവർക്ക് നിസാരമാടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിനകത്ത് കൊണ്ട് കുടിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞ വയറ് പൊട്ടുമല്ലോ, കവള് പൊട്ടുമല്ലോ. അതാ പടച്ചവനെ, 1 മാസം കഴിഞ്ഞ ശരീരം മുഴുവനും മണ്ണിലേക്ക് അരിയുമല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യൻ എഴുന്നേറ്റ് വരുന്നത്? പടച്ചവനെ, നിങ്ങൾ പറയുന്നു സിറാജേ, സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ഈ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലുപ്പം പോലും, ഈ കാണുന്ന പ്രപഞ്ചം പടച്ചവനെ, സ്വർഗത്തിൽ അവസാനം കിടക്കുന്ന മനുഷ്യന് പോലും ദുനിയാവും ദുനിയാവിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള സ്വർഗമാണ്. സ്വർഗത്തിൽ അവസാനം പോകുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്നതെങ്കിൽ ഇത്രയും വിശാലമായ സ്വർഗം ഈ ദുനിയാവിൽ എവിടെയായിരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിനടിയിലാണോ? പടച്ചവനെ, എവിടെയാണ് അല്ലാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്? സിറാജേ, എവിടെയാ നരകമിരിക്കുന്നത്? നിങ്ങൾ പറയുന്ന എല്ലാവരെയും പിടിച്ചിടുന്ന നരകമുണ്ടല്ലോ, ആ നരകം അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നല്ലേ പറയുന്നത്. അത് എവിടെയാണെന്ന് കളിയാക്കുന്ന യുവത്വമേ, ഇന്ന് പലർക്കും വിശ്വാസമില്ലടോ. അല്ലാഹുവിന്റെ സ്വർഗം അത്രയും വിശാലമാണ്, അല്ലാഹുവിന്റെ സ്വർഗം അത്രയും വിശാലമാണ്. പടച്ചവനെ, ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ.
പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. പഠിക്കണം ചെറുപ്പക്കാരാ, പെങ്ങളെ സ്വർഗത്തെ കുറിച്ച് പഠിക്കണം പൊന്നുമോള്. അവിടെ എല്ലാവർക്കും 33 വയസ്സാണ്. അവിടെ എല്ലാവർക്കും അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, രോഗികളില്ല. എല്ലാവരും ഒരേ ഒരു പ്രായക്കാരാണ്. എല്ലാവരും 33 വയസ്സുകാരാണ്. അവിടെ കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല, ഗ്ലാമർ കൂടിയവരില്ല. അവിടെ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ കൊട്ടാരത്തിലൂടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ കയ്യിലിരുന്ന കത്തി കൊണ്ട് ആപ്പിളിന് പകരം വിരട് മുറിച്ച ചരിത്രം പഠിച്ചവരല്ലേ. ആ യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ് സ്വർഗത്തിൽ കിടക്കുന്ന ഓരോ സ്വർഗത്തിന്റെ അവകാശിക്കും അല്ലാഹു കൊടുക്കുന്നതെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ അവിടെ കഷ്ടപ്പാടില്ല, ദുരിതമില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ദിക്റില്ല, വഅലില്ല, സദഖയില്ല, പിരിവില്ല, ഒന്നുമില്ല. അവിടെ കഷ്ടപ്പാടില്ല, ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല. പടച്ചവനെ പെങ്ങളെ നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ഖിദ്മത്ത് ചെയ്യാൻ തോഴിമാര് പുറകിൽ നടക്കും പെങ്ങള്. അവിടെ അടുക്കളയില് ജോലി ചെയ്യണ്ട, അവിടെ കിടന്ന് വിയർക്കണ്ട, അവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട. സഹോദര ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണ്ട. നേരം വെളുത്താൽ എഴുന്നേറ്റ് പണിക്ക് പോകണ്ട, കിളയ്ക്കേണ്ട, പൂട്ടേണ്ട, വെയിൽ കൊള്ളേണ്ട. നീ ഒരു കഷ്ടപ്പാടുമില്ല. എന്തെങ്കിലും ഒന്ന് തിന്നണമെന്ന് നീ ആഗ്രഹിച്ചാൽ നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് അത് കടന്നു വരികയാണ്. ഇങ്ങനെ ഒരു സ്വർഗമുണ്ടെന്ന് ബുദ്ധി കൂടിയ മക്കളോട് പറഞ്ഞ അവര് ചോദിക്കും, ഇത് സ്വപ്നലോകമാണോ ഉസ്താദേ? ഇതൊക്കെ വല്ലാത്ത തള്ളലല്ലേ ഉസ്താദേ? മോനെ നരകമുണ്ടടാ. ആ നരകത്തിലെ ഒരു തൊപ്പി തലയിൽ വെച്ചാൽ പെണ്ണെ തലമറയ്ക്കാതെ നടക്കുന്ന പെണ്ണിന്റെ തലയിലേക്ക് നരകത്തിന്റെ ഒരു തൊപ്പി കൊണ്ടുവെക്കുമ്പോ നിന്റെ ശരീരം മുഴുവനും മുഖം മുഴുവനും ഉരുകി ഒലിക്കുമെന്ന് പറയുമ്പോ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഒരു ചെരുപ്പ് ധരിക്കലാണ്. ആ ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുമെന്ന് പറയുമ്പോ വിശ്വാസം വരാത്ത യുവത്വമേ, വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാ കടന്നു പോകുന്നത്. നമ്മുടെ മക്കളെ ഭയപ്പെടേണ്ടത് അവിടെയാ സഹോദരാ. ഈ സമുദായം പേടിക്കേണ്ടത് അവിടെയാണ്. പടച്ചവനെ ദീനില്ലാതെ പോയാ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുകയാണ്. അവരുടെ തലമുറകൾ പോലും തകർന്നു പോവുകയാണ്. അവർ അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ വലിയ സംഘടനകൾ ഈ സമുദായത്തിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ സഹോദരാ, ഖുർആൻ ഇറങ്ങിയ മാസമല്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ ലോകത്തിന് മാർഗദർശനമായിട്ട് അല്ലാഹു ഇറക്കിയിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിനെ കുറിച്ച് പഠിക്കണം സഹോദരാ. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ മാനവരാശിക്ക്
സന്മാർഗത്തിന്റെ വഴിയുമായി സന്മാർഗമായി കാണിച്ചു കൊടുക്കാൻ ആ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. പകച്ചു നിൽക്കുന്ന യുവസമൂഹമേ, എന്ത് ചെയ്യണമെന്നറിയാതെ ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങോട്ടാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന മാതാപിതാക്കളോട്, ഇന്നത്തെ വിദ്യാർത്ഥികൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ഭയത്തോടെ നിൽക്കുന്ന മാതാപിതാക്കളോട്, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനും നിങ്ങളോട് ചിലത് പറയാനുണ്ട്. ആ ഖുർആൻ ഇറങ്ങിയ റമളാനിൽ ആ ഖുർആൻ എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് കേൾക്കടാ ചെറുപ്പക്കാരാ, ഒന്ന് പഠിക്കണേ യുവത്വമേ. എന്റെ മാതാപിതാക്കള്, നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ആ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലേക്ക് മടങ്ങടോ. 1400 കൊല്ലം മുമ്പിറങ്ങിയ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്? ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചവരുടെ ജീവിതം എത്ര മനോഹരമെന്നറിയുമോ? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? ഒരു മുസ്ലിമിന്റെ സ്വഭാവം എങ്ങനെയെന്നറിയുമോ? അവന്റെ വഅദ് കേൾക്കണ്ട, അവന് പൈസ കൊടുക്കണ്ട, അവൻ ഉപദേശിക്കണ്ട, അവനൊന്നും കാണിക്കണ്ട. ഒരു യഥാർത്ഥമായ മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ ഒരു മുസ്ലിമിന്റെ ജീവിതം മതിയടോ. ഏറ്റവും വലിയ ഉപദേശം ഒരു മുസ്ലിമിന്റെ ജീവിതമാണ്. അതാണ് ഒരു മുസ്ലിമിനെ നബി തങ്ങൾ ഉപദേശിച്ചല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കഅബാലയത്തിലേക്ക്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയം പടച്ചവനെ നിങ്ങൾ സിയാറത്ത് പോകുന്നവരാണല്ലോ, യാത്ര പോകാൻ കൊതിക്കുന്നവരാണല്ലോ. നിങ്ങൾ ഊട്ടിയാകട്ടെ, മൈസൂരാകട്ടെ, ബാംഗ്ലൂരാകട്ടെ, ഗോവയാകട്ടെ, ഈ ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾ യാത്ര ചെയ്താലും ഒരു വട്ടം നിങ്ങൾ യാത്ര ചെയ്തു, രണ്ടാമത് ആ സ്ഥലത്തിന്റെ പേര് പറയുമ്പോ നിങ്ങൾ പറയും നമ്മൾ അവിടെ പോയതാണ്, അടുത്ത സ്ഥലത്ത് പോകാൻ കൊതിക്കുന്നവരാണ്. എന്നാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഒരു മനുഷ്യൻ പോയാൽ, അവൻ 1,00,000 പ്രാവശ്യം പോയാലും അവനും മടുക്കുന്നില്ലടോ, അവൻ മടുക്കുന്നില്ലടോ. ആ കഅബാലയം കണ്ടുകൊണ്ടവൻ അവസാനം ആ കഅബാലയത്തിൽ നിന്ന് പിരിയുമ്പോ അതാ വിടവാങ്ങലിന്റെ തവാഫ് ചെയ്തിട്ട് ആ കഅബാലയത്തോട് അസ്സലാമു അലൈക യാ കഅബത്തുല്ലാഹ്, ആ കഅബയോട് അവസാനം ഇങ്ങനെ സലാം പറയുമ്പോ കണ്ണ് നിറഞ്ഞു പോകുമടോ, കണ്ണ് നിറഞ്ഞു പോകുമടോ. ഏതൊരു മനുഷ്യനാകട്ടെ അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പിരിയുന്ന സമയം സലാം പറയുമ്പോ അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ ഹൃദയമൊന്ന് കിടങ്ങുകയാണ്, അവന്റെ കണ്ണൊന്ന് നിറയുകയാണ്. അവസാനം കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിറങ്ങി പോകുമ്പോ പിന്നെയും പിന്നെയും അവന് തിരിഞ്ഞു നോക്കുകയാണ്. പടച്ചവനെ, അവന്റെ മനസ്സ് കൊതിക്കുകയാണ് അവിടേക്ക് പോകാൻ. എത്ര പ്രാവശ്യം പോയാലും മടുക്കൂല, എത്ര കണ്ടാലും കൊതി തീരൂല. ഒന്ന് തൊടുവാനും ഒന്ന് ചുംബിക്കാനും കണ്ടുകൊണ്ട് നിസ്കരിക്കുവാനും ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ. ഇത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. ഇതുപോലെയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം. നബി തങ്ങളെ കണ്ടാ കൊതി തീരില്ല, നബി തങ്ങളോട് സംസാരിച്ചാ മതി വരില്ല, നബി തങ്ങളുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയില്ല. നബി തങ്ങളോട് സംസാരിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഇരിക്കണം, നബി തങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അത് നബി തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് നബി തങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ സൗബാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. നബി തങ്ങൾ ചോദിക്കുന്നു, സൗബാ നിനക്കെന്തു പറ്റി സൗബാ? സുന്ദരനായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാൻ എല്ലും തോലുമായി എന്തോ മാരക രോഗം പിടിച്ചവനെ പോലെ നടന്നു പോകുന്ന സൗബാനെ കണ്ടപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, നിനക്കെന്തു പറ്റി സൗബാൻ? എന്തേ നിന്റെ പ്രശ്നമെന്തേ? നിനക്ക് വല്ല രോഗവുമുണ്ടോ, വല്ല പ്രയാസവുമുണ്ടോ? യാ റസൂലല്ലാഹ്, ഇല്ല
ഇല്ല നബിയേ, രോഗമൊന്നുമില്ല നബിയേ, വല്ലാത്ത ടെൻഷനാ നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, വല്ലാത്ത ടെൻഷനാട്. നബി തങ്ങൾ അടുത്ത് വിരുത്തിയിട്ട് ചോദിച്ചു, എന്തേ നിന്റെ പ്രശ്നമെന്തേ, എന്തേ നിന്റെ പ്രശ്നമെന്തേ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുന്നിൽ വരുമ്പോ എനിക്ക് പ്രശ്നമൊന്നുമില്ല, സന്തോഷമാണ്, സമാധാനമാണ്. അങ്ങയെ കാണാതെ വന്ന എനിക്ക് പറ്റുന്നില്ല നബിയേ, എനിക്ക് ടെൻഷനാകുന്നു നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സ്വഭാവം അങ്ങനെയാണ്. നബിതങ്ങളെ കണ്ടവര് കണ്ടാ കൊതിക്കുകയാണ്, നബിതങ്ങളുടെ കൂടെ ഇരുന്നവരിയ്ക്കാൻ കൊതിക്കുകയാണ്, നബിതങ്ങളുടെ സംസാരം കേട്ടവർക്ക് കേൾക്കാൻ കൊതി തോന്നുകയാണ്, യാത്ര ചെയ്തവർക്ക് കൂടെ നടക്കാൻ തോന്നുകയാണ്. ഇതാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം. നബിതങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു, സ്വഹാബത്തിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ സ്വഭാവവും അങ്ങനെയാകണം. ചെറുപ്പക്കാരാ, നിന്നെ കണ്ടിട്ട് വേണം ദീൻ പഠിക്കാൻ. ഫർദ ധരിച്ച് നടക്കുന്ന പെങ്ങള്, നിങ്ങളെ വിമർശിക്കുന്നത് വെറുതെയല്ല. നിങ്ങൾ ഫർദ ധരിച്ചുകൊണ്ട് നിങ്ങൾ പലതും കാണിക്കുമ്പോ പറയുന്നത്, ഇട്ടിരിക്കുന്ന ഫർദയ്ക്കൊരു മഹത്വമുണ്ട് പെങ്ങള്, ഇത് ധരിച്ചുകൊണ്ട് ചെയ്യുന്നവളും സാരി ഉടുത്തുകൊണ്ട് ചെയ്യുന്നവളും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു മുഅ്മിനിന്റെ ജീവിതം കണ്ടുപഠിക്കാൻ കഴിയുന്ന രീതിയിൽ, ഒരു മുഅ്മിനിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഉപദേശമാകുന്ന രീതിയിൽ അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ. ആ ജീവിതം കണ്ടിട്ട് വേണം ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരാൻ. അതുപോലെ നമ്മുടെ ജീവിതം മാറ്റാൻ നമുക്ക് കഴിയണം സഹോദരാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഖുർആനനുസരിച്ച് ജീവിച്ചവരാണ്. ആ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ടിട്ടാണ് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. പടച്ചവനെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, യമനിലെ രാജാവായിരുന്ന സുമാമ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അവൻ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമല്ല, മുസ്ലിമീങ്ങളെ ഇഷ്ടമല്ല. ആ സുമാമയാണെങ്കിൽ പല പ്രാവശ്യം നബി തങ്ങളെ കൊല്ലാൻ നടന്നവനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല പ്രാവശ്യം കൊല്ലാമെന്നവനാണ് സുമാമ. അല്ലാഹുവിന്റെ പ്രവാചകന് പലപ്പോഴും രക്ഷപ്പെട്ടവനാണ്. നബി തങ്ങളെ കൊല്ലാൻ പറ്റാത്തത് കാരണം ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞവനാ. ഒരുപാട് സ്വഹാബികളെ ചതിയിലൂടെ വഞ്ചനയിലൂടെ കൊന്നുകളഞ്ഞവനാണ് സുമാമ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് സുമാമ. അവന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ വന്നപ്പോ അവന് മുസ്ലിമീങ്ങളെ അത്രത്തോളം ദ്രോഹിക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, സുമാമ എവിടെ വെച്ച് കണ്ടാൽ കൊന്നുകളയണേ സഹാബാ. നബി തങ്ങൾ അവിടെന്ന് പ്രഖ്യാപിക്കുകയാണ്, സുമാമ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാറ്. അവനത്ര വലിയ ദ്രോഹിയാണ്, അവനത്ര വലിയ ചതിയനാണ്, അത്രത്തോളം ഇസ്ലാമിനെ ഉപദ്രവിച്ചവനാണ്. അങ്ങനെ സുമാമയെ കയ്യിൽ കിട്ടിയ കൊല്ലാൻ നബി തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. സ്വഹാബത്ത് മുഴുവനും തെരഞ്ഞു നടക്കുകയാണ്. സുമാമ അറിയുകയാണ്, പടച്ചവനെ അങ്ങനെ ഒരിക്കൽ മദീനത്ത് വെച്ച് സുമാമയെ കിട്ടുകയാണ്. സഹാബത്ത് നോക്കുമ്പോ ഒരു മനുഷ്യനിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. അവന്റെ നടത്തം കണ്ടപ്പോ ഒരു പന്തികേട് തോന്നുകയാണ്. ഇവൻ ഇസ്ലാമിന്റെ അനുകൂലിയാണോ ഇസ്ലാമിന്റെ ശത്രുവാണോ അറിയുന്നില്ല സഹോദരാ. അങ്ങനെ സംശയം തോന്നിയ സ്വഹാബത്ത് സുമാമയെ പിടിച്ചു കൊണ്ടുവന്ന് മസ്ജിദ് നബവിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാ.
സുമാമയെ കൊണ്ടുവന്നിട്ട് മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. അള്ളാന്റെ റസൂല് വന്നിട്ട് തീരുമാനിക്കട്ടെ, സുമാമയാണെന്ന് ആർക്കും അറിയില്ല, അത് സുമാമയാണെന്ന് ആർക്കും അറിയില്ല. സുമാമയെ പിടിച്ചുകൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നലെ രാത്രി ഒരു മനുഷ്യനെ കിട്ടി നബിയേ, അവന്റെ സ്വഭാവവും പെരുമാറ്റവും വല്ലാത്ത സംശയമുണ്ട്, പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. പേടിച്ച് വിറച്ചിരുന്ന ചെറുപ്പക്കാരൻ അവിടത്തെ മുഖമങ്ങുയർത്തുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, സ്വഹാബാ, ഈ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ സഹാബാ? ഇല്ല നബിയേ, ഇല്ല നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഇത് സുമാമയാണ് സഹാബാ. എവിടെ കണ്ടാലും കൊന്നുകളയാൻ വിധങ്ങള് പറഞ്ഞ സുമാമ മസ്ജിദുൻ നബവിയുടെ പള്ളിയുടെ തൂണിൽ ഇങ്ങനെ കെട്ടിക്കിട്ടിരിക്കുകയാണ്. സുമാമ എന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ ശരീരം അങ്ങ് കോരിത്തെരിക്കുകയാണ്. പടച്ചവനെ, അള്ളാന്റെ റസൂൽ എന്ത് പറയുന്നു? ഓരോരുത്തരും കൊതിച്ചുപോയി അവനെ അങ്ങ് കൊന്നുകളയാൻ. അള്ളാന്റെ റസൂല് കൊല്ലാൻ പറഞ്ഞ എന്നോട് പറയണേ, എന്നോട് പറയണേ. ഉമർ തങ്ങൾ ഉൾപ്പെടെയുള്ള പല സ്വഹാബത്തും തയ്യാറായി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബാ, ഒരു രാജാവാണ് സ്വഹാബാ, ഒരു രാജ്യത്തെ ഭരണാധികാരിയാ. അതുകൊണ്ട് ഒരാളും സുമാമയെ തൊട്ടുപോകാൻ പാടില്ല സ്വഹാബാ. ഒരാള് പോലും സുമാമയെ തൊടാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്. ദഹിച്ചില്ലടോ നബി തങ്ങളുടെ ആ വാക്ക് സ്വഹാബത്തിൽ പലർക്കും ദഹിച്ചില്ല. എന്തേ നബി തങ്ങൾ പറയുന്നത്? ഇത്രയും വലിയ ഒരു ദ്രോഹിയെ കിട്ടിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, തൊട്ടുപോകരുത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നു കൊടുക്കണേ സഹാബാ. നിങ്ങളുടെ വീടുകളിൽ നിന്ന് സുമാമയ്ക്ക് ഭക്ഷണത്തിന് കുറവ് വരുത്തരുത്. നിങ്ങൾ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം. സുമാമയ്ക്ക് കുടിക്കാൻ പാല് കൊടുക്കണേ സഹാബാ. സഹാബത്തിന് പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷേ നബി തങ്ങൾ പറഞ്ഞതാണല്ലോ. അവസാനം മനസ്സില്ലാ മനസ്സോടെ സഹാബത്ത് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ്. സുമാമയോട് ആരും മിണ്ടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകനും ഒന്നും മിണ്ടിയില്ല. ഒന്നാമത്തെ ദിവസമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ സുമാമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, മാതാ ഇൻദക യാ സുമാമ, എന്തേ സുമാമ, നിന്റെ വിശേഷമെന്ത്? ആ സമയത്ത് സുമാമ പറയുകയാണ്, ഇന്ദിയാ മുഹമ്മദ് ഖൈർ ഇൻ തഖുൽ തഖതുൽ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, എനിക്ക് സുഖമാണ് മുഹമ്മദ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. ഇല്ല, നീ എന്നെ വെറുതെ വിട്ടാ നിനക്ക് സമ്പത്ത് തരാ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാ. അള്ളാന്റെ റസൂലൊന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ ദിവസമായി നബി തങ്ങൾ രണ്ടാമതും ചെന്നിട്ട് ചോദിക്കുന്നു, അവിടെ നിന്ന് ചോദിക്കുന്നു, മാതാ ഇൻദക യാ സുമാമ, എന്തേ വിശേഷം സുമാമ? സുമാമയുടെ മറുപടി അത് തന്നെയാണ്. പടച്ചവനെ, നബി തങ്ങൾ എഴുന്നേറ്റ് പോയി. മൂന്നാമത്തെ ദിവസം നബി തങ്ങൾ സുമാമയുടെ ചാരത്ത് വന്നു. സുമാമ, എന്താണ് വിശേഷം? പടച്ചവനെ, സുമാമയുടെ മറുപടി ഇതാണ്. നബി തങ്ങൾ 3 ദിവസം കഴിഞ്ഞപ്പോ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, അഴിച്ചു വിട്ടേക്ക് സഹാബാ.
അഴിച്ചു വിട്ടേക്ക് സഹാബ. സുമാമയുടെ കെട്ടടിച്ച് വിടുകയാണ്. അള്ളാന്റെ റസൂലും സഹാബത്തും നോക്കി നിൽക്കുമ്പോ സുമാമ മസ്ജിദ് നബവിയിൽ നിന്നിറങ്ങി തന്റെ വാഹനത്തിൽ കയറി പോവുകയാണ്. പടച്ചവനെ സ്വഹാബത്ത് മുഴുവനും അത്ഭുതപ്പെട്ടു. അതാ സുമാമയങ്ങ് കുറച്ച് സഞ്ചരിച്ചു കഴിയുമ്പോ അല്ലാഹുവേ വാഹനത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. അതാ കൈകാലുകൾ കഴുകുകയാണ്, കൈകാലുകൾ കഴുകുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. ആ ഇറങ്ങിപ്പോയ സുമാമ തിരിച്ചു വരികയാ. ആ ഇറങ്ങിപ്പോയ സുമാമ കൈകാലുകൾ കഴുകിയിട്ട് പടച്ചവനെ മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരികയാണ്. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. സുമാമ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, സഹാദത്ത് കലിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. സുമാമ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് മുസ്ലിമാവുകയാണ്. എന്നിട്ട് സുമാമ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മനുഷ്യൻ നിങ്ങളായിരുന്നു നബിയേ. ഈ ലോകത്ത് ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത വെറുപ്പോടെ കണ്ടിരുന്ന മുഖം അങ്ങയുടെ മുഖമായിരുന്നു. എന്നാ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് കാണാൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് അങ്ങയുടെ മുഖമാണ് നബിയേ, അങ്ങയുടെ മുഖമാണ് നബിയേ. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് അങ്ങയുടെ മദീനയാണ്. അങ്ങയുടെ മദീനയാണ് ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മദീനയാണ് നബിയേ. എന്റെ ജീവിതത്തിൽ മാറ്റം വന്നത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും ജീവിതം കണ്ടപ്പോ, നബി തങ്ങളുടെയും സ്വഹാബത്തിന്റെയും പ്രവർത്തനങ്ങൾ കണ്ടപ്പോ, അവരുടെ ഐക്യം കണ്ടപ്പോ, അവരുടെ സ്നേഹം കണ്ടപ്പോ, അവരുടെ പെരുമാറ്റം കണ്ടപ്പോ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാറ് അതൊരു കാരണമായെന്ന് ചരിത്രം പറയുമ്പോ, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവന്റെ ജീവിതം ജനങ്ങളെ നോക്കുകയാണ്. സാധാരണ ഒരാൾ ചെയ്യുന്നത് പോലെയല്ല ഒരു മുസ്ലിം ചെയ്യുന്നത്. അവന് ജനങ്ങളെ നോക്കുകയാണ്, അവന്റെ പ്രവർത്തനങ്ങളും സർവകാര്യങ്ങളും. കാരണം എന്തുകൊണ്ടെന്നറിയോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപദേശം കേൾക്കുന്നത് നമ്മളാണ്. പടച്ചവനെ ഇവിടെ ഹൈന്ദവനാകട്ടെ, ക്രിസ്തുമത വിശ്വാസിയാകട്ടെ, അവർക്ക് എത്ര വാഴാവുള്ളത്, അവർക്ക് എത്ര മദ്രസയാവുള്ളത്, അവർക്ക് എത്ര പരിപാടിയാവുള്ളത്. ഞാനും നിങ്ങളും ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഉപദേശമാണ്. പടച്ചവനെ എന്തെല്ലാം പ്രഭാഷണങ്ങൾ, ഏതെല്ലാം മജ്‌ലിസുകൾ, ദിക്ർ മജ്‌ലിസ്, മജ്‌ലിസുൻ നൂറിന്റെ മജ്‌ലിസ്, വഅദിന്റെ മജ്‌ലിസ്, ഉറൂസുകൾ. പടച്ചവനെ മദ്രസയിൽ പഠിക്കാം. ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ കേട്ടിട്ടും നമ്മുടെ തലതിരിഞ്ഞു പോവുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഇറങ്ങിയ മാസമാ. ഖുർആനിലേക്ക് മടങ്ങണേ, ഖുർആനിന് പറയാനുള്ളതെന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്ക്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു ഇറക്കി തന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഈ മാസത്തെയാണ് അല്ലാഹു തിരഞ്ഞെടുത്തത്. ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഖുർആനിന് പറയാനുള്ളതാണെന്നൊന്ന് കേൾക്കാൻ സമയമുണ്ടാകണം. ആ ഖുർആനിന് പറയാനുള്ളതൊന്ന് കേൾക്കണേ. ഒന്നാമതായിട്ട് ഖുർആൻ പറയുകയാ, നിങ്ങളുടെ വിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസത്തില് ആ ഖുർആൻ പഠിക്കുകയും അതിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. ഈ പരിശുദ്ധമായ റമളാനിൽ ആ ഖുർആൻ പഠിക്കുകയും ആ ഖുർആനിൽ നിന്ന് നീ പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനുമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്.
അള്ളാന്റെ ഖുർആനിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് നമ്മൾ കാണുന്ന ഉസ്താദെ, ഇന്ന് കുറ്റകൃത്യങ്ങളുടെ കൊലപാതകങ്ങൾ, ഏതൊരു കൊലപാതകം നടത്തി കഴിയുമ്പോഴും ഒന്നാമത് പറയും 24 വയസ്സുള്ള ഈ അടുത്ത സമയങ്ങളിലായി നടന്ന കൊലപാതകങ്ങൾ നിങ്ങൾ നോക്കിക്കേ. 24-25 വയസ്സിൻ്റെ ഇടയിൽ പ്രായമുള്ളവർ. ഏതൊരു കൊലപാതകം നടന്നു കഴിയുമ്പോൾ ഉടനെ പറയും ലഹരിയാണ്, അത് കഞ്ചാവാണ്. അത് നമ്മൾ പറയുന്നൊരു മറുപടി. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഖുർആനിൻ്റെ നിലപാടെന്താ? ഈ കള്ളുകുടിയും ഈ മയക്കുമരുന്നും ഈ ആവശ്യമില്ലാത്ത പണത്തിനോടുള്ള ആർത്തി, ചൂതാട്ടം, അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോട് പരിശുദ്ധമായ ഖുർആനിൻ്റെ സമീപനം എന്തായിരുന്നു? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പിറങ്ങി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ നിലപാട് എന്തായിരുന്നു? അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ നിലപാടെന്താ? പടച്ചവനെ, കള്ളു കുടിക്കലും വ്യഭിചരിക്കലും ചൂതാട്ടവും വൃത്തികെട്ട സ്വഭാവങ്ങള്, ഇതിനെക്കുറിച്ച് അള്ളാന്റെ ഖുർആൻ 1400 കൊല്ലം മുമ്പ് പറയുകയാണ്. ഇതൊക്കെ ശൈത്താനിന്റെ സ്വഭാവമാണ്, ഇത് വൃത്തികെട്ട സ്വഭാവമാണ്. കള്ളു കുടിക്കുന്നതും ആവശ്യമില്ലാത്ത ദുസ്വഭാവങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വലിയ പാപമാണത്, മോശമായ സ്വഭാവമാണ്. ആരോടാ പറയുന്നതെന്നറിയുമോ? പടച്ചവനെ, വൈകിട്ട് പണി കഴിഞ്ഞു വന്നിട്ട് അതാ അന്ന് കിട്ടിയ ശമ്പളം ഷെയർ ചെയ്തിട്ട് ബീവറേജിന്റെ മുമ്പിൽ ക്യൂ നിന്ന് വാങ്ങുന്നവനോടല്ല. ഇതാരോടാ പറയുന്നതെന്നറിയോ? അല്ലാഹുവേ, അതാ വാപ്പമാര് മരിക്കുന്ന സമയത്ത് മക്കളോട് പറയുമായിരുന്നു. ഏത് കാലഘട്ടത്തിലാണ് ഈ ആയത്തിറങ്ങുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങുന്നത് ഏത് കാലഘട്ടത്തിലെന്നറിയോ? വാപ്പ മരിക്കുമ്പോ മരിക്കാൻ കിടക്കുന്ന വാപ്പ മക്കളോട് പറയുമായിരുന്നു, മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറിന്റെ മുകളിൽ നിങ്ങളൊരു മുന്തിരി തൈ നടണേ, ഒരു മുന്തിരി മരം വേണം എന്റെ ഖബറിന്റെ മുകളിൽ നടാൻ. കാരണം എന്തെന്നറിയോ? ആ മുന്തിരിയുടെ വേരുകൾ എന്റെ ഖബറിലേക്ക്, മണ്ണിനടിയിലേക്ക് വരുമ്പോ പടച്ചവനെ, മണ്ണിലലിഞ്ഞു കിടക്കുന്ന എന്റെ തലച്ചോറിലെ വളത്തിലൊക്കെ ആ മുന്തിരി തൈയുടെ അതാ അംശം പിടിക്കുമല്ലോ. കാരണം പടച്ചവനെ, മുന്തിരിയിൽ നിന്ന് കള്ളുണ്ടാക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറിന്റെ മുകളില് മുന്തിരി തൈ വേണം, നടണമെന്ന് ജീവിച്ചിരിക്കുമ്പോ മക്കളോട് വസിയത്ത് ചെയ്യുന്ന, അത്രത്തോളം കള്ളിനോട് അടിമകളായി കിടന്ന ഒരു ജനതയോടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവരതിൽ നിന്ന് പിന്തിരിയാ തയ്യാറായി. എത്രയോ കള്ളുകുടിയന്മാര് നന്നായല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, അവരെ നന്നാക്കിയത് ഖുർആനല്ലേ ചെറുപ്പക്കാരാ? അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഖുർആനാടാ. ഒന്ന് ഓതി നോക്കടാ മോനെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമൊന്ന് കൈകൊണ്ടെടുക്കടാ മോനെ. എന്നിട്ടൊരായത്തിന്റെ അർത്ഥമെങ്കിലും നീ ഒന്ന് വായിച്ചു നോക്ക്, മാറ്റം വരുമടാ പൊന്നുമോനെ. അതല്ലാഹുവിന്റെ കലാമാ, അതല്ലാഹുവിന്റെ കലാമാ. പക്ഷേ തൊടാറില്ലല്ലോ, എടുക്കാൻ പേടിയല്ലേ? നമുക്ക് നിസാരമാടോ? ആ ഖുർആനിന്റെ വിലയറിയുന്നില്ല, ആ ഖുർആനിന്റെ മഹത്വം അറിയുന്നില്ല, ആ ഖുർആനിന് നമുക്ക് പേടിയില്ല, ആ ഖുർആനിനെ ഭയപ്പെടണം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ്. ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ
ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്നു വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു. അതാണ് ഖുർആൻ. അത്രത്തോളം ഭയപ്പെടണം, അത്രത്തോളം ഭയപ്പെടണം. ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടുകഴിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം വരികയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഖത്താബിന്റെ മകൻ ഉമർ ആരായിരുന്നെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമർ ആരായിരുന്നെന്നറിയോ? പടച്ചവനെ, അത്രത്തോളം മതപതനത്തിന്റെ അടിത്തട്ടിൽ ജീവിച്ച ചെറുപ്പക്കാരനാണ് ഖത്താബിന്റെ മകൻ ഉമർ. പേടിയാടോ, എല്ലാവർക്കും പേടിയാടോ. തന്റെ കയ്യിലിരിക്കുന്ന കത്തിക്ക് മൂർച്ചയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത് അടുത്തവന്റെ വയറ്റിൽ കുത്തിയിട്ട അതുപോലെ ജീവിതം നയിച്ച ഉമർ. കുട്ടികൾക്ക് വരെ പേടിയാണ്. പാല് കുടിക്കാത്ത മക്കളോട് ഉമ്മ പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. പേടിച്ചുകൊണ്ട് ആ കുട്ടികൾ പോലും പാല് കുടിക്കുമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരേ ഒരു ഉദാഹരണം മതി. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അയൽവാസിയോട് ഒരു മനുഷ്യൻ പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. മുഹമ്മദിനെ കൊല്ലാൻ പോയ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയുവോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. എന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ഈ കഴുത അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമാകില്ല. അത്രത്തോളം മോശമായ ജീവിതം നയിച്ച സ്വഹാബിയ. പക്ഷേ ഒരേ ഒരായത്ത് ത്വഹ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ത്വഹ എന്ന് പറയുന്ന അധ്യായം തന്റെ സഹോദരി പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. തന്റെ കൂടപ്പറപ്പിനെ കൊല്ലാൻ അല്ലാഹുവേ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ സഹോദരി ഫാത്തിമ ഇരുന്നിട്ട് സൂറത്ത് ത്വഹ പാരായണം ചെയ്യുകയാ. ആ സൂറത്തങ്ങ് കേട്ടപ്പോ അതാ തന്റെ വീടിന്റെ അകത്ത് കയറിയിട്ട് തന്റെ സഹോദരിയെ തല്ലിച്ചതയ്ക്കുകയാണ്. തന്റെ ശരീരം മുഴുവനും രക്തമൊലിച്ചുകൊണ്ട് അതാ തന്റെ പ്രിയപ്പെട്ട ഫാത്തിമയതാ തളർന്നു കിടക്കുമ്പോ, എത്രയൊക്കെയാണെങ്കിലും സഹോദരിയാണല്ലോ, തന്റെ കൂടപ്പറപ്പാണല്ലോ. തല്ലിയിട്ട് രക്തം വരുന്നത് കണ്ടപ്പോ ഉമറിന്റെ മനസ്സൊന്ന് ശാന്തമായി. ഉമർ തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഫാത്തിമ നീ എന്തേ ഇവിടെ പാടിക്കൊണ്ടിരുന്നത്? നീ എന്തേ ഇവിടെ പാടിക്കൊണ്ടിരുന്നത്? അവിടെന്ന് പറഞ്ഞു, ഞാൻ പാടിയതല്ല, അള്ളാന്റെ ഖുർആൻ ഓതിയതാണ്. ഒന്നോതുമോ ഫാത്തിമ? ഫാത്തിമ എവിടെന്ന് പാരായണം ചെയ്തു. ഉമർ തങ്ങൾ പറഞ്ഞു, ആ പുസ്തകം എനിക്കൊന്ന് തരുമോ? ഈ വൃത്തിയില്ലാതെ തരൂല, പോയി കുളിച്ച് റെഡിയായിട്ട് വാ. പടച്ചവരെ, ആ ഖുർആനിന്റെ ആയത്തങ്ങ് വായിച്ചപ്പോ കാട്ടാളനായ ഉമർ, നബി തങ്ങളുടെ തലയെടുക്കുമെന്ന് ശപഥം ചെയ്തിട്ട് പോയ ഉമർ, ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നിബിതങ്ങളുടെ വീട്ടിലേക്ക്, അള്ളാന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബത്ത് പേടിച്ചു പോയടോ. സ്വഹാബത്തിൽ പലരും പേടിച്ചു പോയി. വരുന്നത് ഖത്താബിന്റെ മകൻ ഉമറാ. ഒരാൾക്ക് പോലും ഉമറിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ ധൈര്യമില്ല. സഹാബത്തിന്റെ പലരുടെയും കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. ഉമർ തങ്ങൾ കടന്നു വരുമ്പോ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബി ഉമറിനെ തടയുകയാ. ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ തടയുന്നത്. ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമറിനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഉമറേ, മുസ്ലിമാകാമെന്നതാണെങ്കിൽ നിനക്കിതിനകത്ത് കേറാ. ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമാകാമെന്നതാണെങ്കിൽ നിനക്ക് കേറാ. അല്ല, ഞങ്ങളുടെ മുത്തുനബിയെ എന്തെങ്കിലും ചെയ്യാമെന്നതാണെങ്കിൽ നിന്നെ ജീവനോടെ ഞാൻ വിടില്ല ഉമറേ. എന്റെ പ്രിയപ്പെട്ടവര്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് ഒരു അവസരത്തിൽ അവിടെന്ന് ചോദിച്ചു, ഹംസ,
ഈ ധൈര്യം നിനക്ക് എവിടെന്ന് വന്നു? ഈ ധൈര്യം നിനക്ക് എവിടെന്ന് വന്നു? എന്നെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നോ? പേടിച്ചു പോയെന്ന ഉമർ തങ്ങൾ പോലും അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ആ ഉമറിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഖുർആനാ. ഒരായത്താ സഹോദരാ. ആ ഖുർആനിന്റെ ആയത്തുകൾ എത്രയോ കേൾക്കുന്നവരാണ്, എത്രയോ പാരായണം ചെയ്യുന്നവരാണ്. എന്തേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? എന്തേ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ കലാമല്ലേ, അല്ലാഹുവിന്റെ ഖുർആനല്ലേ, എന്തേടാ മോനെ നന്നാകാൻ പറ്റാത്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, വയസ്സ് കുറെ ആയില്ലേ, 40, 50, 60 വയസ്സായില്ലേ ഉമ്മ, എന്തേ മാറ്റം വരുത്താത്തത്? എത്രയോ ആയത്തുകൾ കേൾക്കുന്നവരാണ്. മരണത്തെ കുറിച്ച് പറയുന്ന ആയത്ത്, ഖബറിനെ കുറിച്ച് പറയുന്ന ആയത്ത്, മസ്സറയെ കുറിച്ച് പറയുന്ന ആയത്ത്, നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് പറയുന്ന ആയത്ത്, എന്തേ കേട്ടിട്ട് ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? എത്രയോ വൃത്തികെട്ടവര് നന്നായത് ഖുർആൻ കേട്ടിട്ടാ. എത്രയോ മോശമായ ജീവിതം നയിച്ചവര് ഖുർആൻ കേട്ടിട്ട് നന്നായടാ ചെറുപ്പക്കാരാ. എത്രയോ കള്ളുകുടിയന്മാര്, എത്രയോ വ്യഭിചാരികൾ, എത്രയോ മോശമായ ജീവിതം നയിച്ചവർ അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് നന്നായ ചരിത്രമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വളരെ മോശമായ ജീവിതം നയിക്കുന്നവനാണ്. പടച്ചവനെ, ഗുണ്ടാ സംഘത്തിന്റെ നേതാവാണ്, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ്. ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാ അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന ചെറുപ്പക്കാരനാ. ഏതു പെണ്ണിനെ കൊതിച്ചാലും, ഏതെങ്കിലും ഒരു പെണ്ണിനോട് മോഹമുണ്ടായാൽ ആ പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെട്ടിട്ടല്ലാതെ സമാധാനമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുന്നത്. കൂടെയുണ്ടായിരുന്ന കൂട്ടുകാര് പറഞ്ഞു, ഫുളൈലേ, ഏതു പെണ്ണിനെയും നീ വളയ്ക്കുമല്ലോ, ഏതൊരു പെണ്ണിനെയും നീ കീഴ്പ്പെടുത്തുമല്ലോ, എങ്കിലും ഞങ്ങളൊരു പെണ്ണിനെ കാണിച്ചു തരാ. ഞങ്ങളെല്ലാവരും പരാജയപ്പെട്ടു പോയി. ആ പെണ്ണ് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണാണ്. ഞങ്ങളെല്ലാവരും എന്തെല്ലാം ചെയ്തിട്ടും ഞങ്ങൾക്ക് വളയ്ക്കാൻ പറ്റുന്നില്ല. നീ വലിയ കഴിവുള്ളവരല്ലേ, പറ്റുമെങ്കിൽ ആ പെണ്ണിനെ നീ ഒന്ന് വളച്ച് കാണിക്ക്. ഫുളൈൽ ഇബ്നു ഇയാദ് അവിടെ ഏറ്റെടുക്കുകയാണ്. അല്ലാഹുവേ, ആ സുന്ദരിയായ പെണ്ണിന്റെ പുറകിൽ നടക്കുകയാണ്. എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും ആ പെണ്ണ് പരിഗണിക്കുന്നില്ല. കാരണം അവർ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണാണ്. അവസാനം എന്തെല്ലാം ചെയ്തിട്ടും ആ പെണ്ണിനെ കീഴ്പ്പെടുത്താൻ പറ്റാതെ വന്നപ്പോ ആരുമില്ലാത്ത ഒരു പാതിരാത്രിയിൽ വീടിന്റെ മതില് ചാടുകയാണ്. വീട്ടിലാരുമില്ലാത്ത സമയത്ത് ആ സുന്ദരിയായ പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് അതാ അതിക്രമിച്ച് കയറുകയാണ്. വീടിന്റെ അകത്തേക്ക് കയറി ആ സുന്ദരിയായ പെണ്ണിനെ കീഴ്പ്പെടുത്തുകയാണ്. ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ ആ പാവപ്പെട്ട പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് ബലാത്സംഗം ചെയ്യാൻ ആ പെണ്ണിന്റെ 2 കാലുകളുടെ ചുവട്ടിൽ ചെന്നിരിക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ടൊരുമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടില് ഒരുമ്മ ഇരുന്ന് ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതുന്നതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അടുത്ത വീട്ടിലിരുന്നിട്ടൊരു പ്രായം ചെന്ന ഉമ്മ ഖുർആൻ ഓതുകയാ. ഫുളൈൽ ഇബ്നു ഇയാദ് ആ സുന്ദരിയായ പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് അവളുടെ 2 കാലുകളുടെ ഇടയിൽ ചെന്നിരുന്ന് വ്യഭിചരിക്കാൻ തയ്യാറായപ്പോ ആ പെണ്ണ് ഫുളൈലിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കരയുകയാ, സങ്കടത്തോടെ നോക്കുകയാണ്. അതുവരെ നിലവിളിച്ച പെണ്ണ്, അതുവരെ കടന്ന് കരഞ്ഞ പെണ്ണ്, എന്നെ വിടണമെന്ന് പറഞ്ഞ് കൈകാലുകൾ അലക്കിയ
പെണ്ണ് ഫുളൈൽ ഇബ്നു ഇയാദിന്റെ മുഖത്തേക്ക് ഇങ്ങനെ സങ്കടത്തോടെ നോക്കുകയാ. ഫുളൈലിന്റെ കണ്ണ് നിറഞ്ഞു പോയടോ. ഫുളൈൽ ചോദിച്ചു, എന്തേ പെണ്ണെ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്തേ പെണ്ണെ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എടാ ഫുളൈലേ, അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടില്ലേ ഫുളൈലേ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത് കേട്ടില്ലേ ഫുളൈലേ? എന്താ അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേടാ ഫുളൈലേ, നന്നാകാ സമയമായില്ലേടാ? പ്രായം കുറെ ആയില്ലേ? ഒരുപാട് ആസ്വദിച്ചില്ലേ? ഈ പ്രായത്തിൽ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കണക്ക് നിനക്ക് പോലും അറിയില്ലല്ലോ. എന്ത് നേടാനാ ഫുളൈലേ? എന്ത് നേടിയടാ ഫുളൈലേ? പരിശുദ്ധമായ ഖുർആൻ അടുത്ത വീട്ടിലിരുന്ന് ഉമ്മ പാരായണം ചെയ്തപ്പോ ഫുളൈലിന് അറബി അറിയാ സഹോദരാ, അർത്ഥമറിയുന്ന ചെറുപ്പക്കാരനാ. നിറകണ്ണുകളോടെ ആ പെൺകുട്ടിയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പൊട്ടിക്കരന്നുകൊണ്ടാണ് ഫുളൈൽ പോയത്. ആ കാട്ടാളനായ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തിരുന്ന ഫുളൈൽ പിന്നെ ആരായി മാറിയെന്നറിയോ? പടച്ചവനെ, ജീവിതത്തിൽ വല്ലാത്ത മാറ്റം വന്നടോ. ഫുളൈൽ മാറിയടോ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കാൻ അവിടുന്ന് പഠിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇതുപോലെ ഒരുപാട് ആയത്ത് കേൾക്കുന്നവരാ. അർത്ഥമറിയാ പഠിക്കണമെന്നില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഇതിന്റെ അർത്ഥമറിയാൻ ആലിമാകണമെന്നില്ല. ഇതിന്റെ അർത്ഥമറിയാ മദ്രസയിൽ പോകണമെന്നില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇത് മരണത്തെക്കുറിച്ച് പറയുന്ന ആയത്താണെന്നറിയാത്ത ആരാവുള്ളത്? വഖൂദുഹന്നാസു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറ. ഇതിന്റെ അർത്ഥം അറിയണമെങ്കിൽ ആലിമൊന്നും ആകണ്ട, വഴുത് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അല്ലാഹു പറയുന്നു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നീയും നിന്റെ കുടുംബത്തെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കുന്നത് കല്ലുകളെയും മനുഷ്യനെയുമാ. അപ്പൊ ഖുർആനിലെ പല ആയത്തുകളുടെ ഈ അർത്ഥം പോലും നമുക്കറിയാം. എന്തേ കാക്കാമാരെ നന്നാകാത്ത? എന്തേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താത്ത? എന്റെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കണ നീയൊക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കുന്നത് നേരം വെളുത്താ വൈകുന്നേരം വരെ വഴുത് കേൾക്കണവളല്ലേ? നീ എന്തേ ഇങ്ങനെ ആയിപ്പോയെ? അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ നിങ്ങളോടല്ല ചോദിക്കുന്നത്, അതേ ചോദ്യം ഞാൻ എൻ്റെ മനസാക്ഷിയോടാ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിലും എന്താടാ സിറാജെ നന്നാകാത്തേന്നാ ഞാൻ ചോദിക്കുന്നത്. എന്താ ആമിന നന്നാകാത്തേന്നല്ല. ഞാൻ വഴുതു പറയുന്നത് നിങ്ങളെ നന്നാക്കാനല്ല, എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. എന്തോ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണ കരുണയില്ലാത്ത മനുഷ്യന്മാരെ. 40 പേര് കൂടുതലുണ്ട്. റമദാൻ മാസവ ഒരാമിയും പറയും ഞാൻ നന്നാകാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. പറതാത്തമാരെ, അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നമുക്ക് നന്നാകണം, ജീവിതത്തിൽ മാറ്റം വരണം. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, എന്തേ ഉസ്താദെ എത്ര വഴുത് കെട്ടിട്ട് നന്നാകാത്ത? അതിനൊരു കാരണമുണ്ട്. എത്ര വഴുത് കെട്ടിട്ട് നന്നാകാത്തതിനൊരു കാരണമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് പറയുന്നു, ലോകത്തുള്ള സർവരും ഈ പെണ്ണിനെ പോലെയാകണം. ലോകത്തുള്ള സർവ്വ മനുഷ്യരും ഖിയാമത്ത് നാളുവരെയുള്ള ആൾക്കാര് ഈമാനിന്റെ വിഷയത്തിൽ ഈ പെണ്ണിനെ കണ്ടുപഠിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഒരു പെണ്ണിനെ കണ്ടുപഠിക്കാനാ അള്ളാഹു പറഞ്ഞേ. ലോകത്തുള്ള താടിയും തഴമ്പുള്ള ഉസ്താദിനോടും തങ്ങന്മാരോടും ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളോട് അള്ളാഹു പറയുന്നു, വിശ്വാസത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരു പെണ്ണിനെ കണ്ടുപഠിക്കാൻ. ആ പെണ്ണൊരു നബിയുടെ ഉമ്മയല്ല,
ഒരു പ്രവാചകന്റെ ഉമ്മയല്ല, ഒരു പ്രവാചകന്റെ മകളല്ല, ഒരു പ്രവാചകന്റെ ഭാര്യയല്ല, ഒരു സാധാരണ മനുഷ്യന്റെ മോള്. നിങ്ങളെപ്പോലെ ഒരു സാധാരണ സാധുവായ ഒരു മനുഷ്യന്റെ മകള്. ആ മകളെ കാണിച്ചിട്ട് അള്ളാഹു പറയുന്നു കണ്ടുപഠിക്കാൻ. ആ പെണ്ണ് ജീവിതത്തിൽ ഒറ്റ വഴുത കേട്ടിട്ടുള്ളൂ. അതാ എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിൽ ഒരേ ഒരു വഴുത കേട്ട പെണ്ണിനെ കണ്ടിട്ട് പഠിക്കാനാണ് അള്ള പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ആ പെണ്ണാരാ? മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ, ഫിർഔനിന്റെ ഭാര്യ. ആരുടെ ഭാര്യ? എൻ്റെ കൂടെ കൂടിക്കോ. ആരുടെ ഭാര്യ? ഫിർഔനിന്റെ ഭാര്യയായ ആസിയ. ആ ആസിയ ബീവിയെ കണ്ടുപഠിക്കാനാ അള്ള പറഞ്ഞേ. ആ ആസിയ ജീവിതത്തിൽ ഒറ്റ വഴുത കേട്ടിട്ടുള്ളൂ. ആ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ജീവിതത്തിൽ ഒറ്റ വഴുത കേട്ടിട്ടുള്ളൂ. ആരുടെ വഴുത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒറ്റ വഴുത് കേട്ട മഹദിയാണ് മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ വഴുത് കേട്ട് കേട്ട് നിങ്ങൾക്ക് മൈക്കിൻ്റെ മുമ്പിൽ കയറി നിന്നിട്ട് നമ്മളെക്കാളും വഴുത് പറയാം. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ ഇവിടെ പ്രസംഗിച്ചത് ഒരു ഉസ്താദായിരുന്നു അല്ലല്ലോ. ഇന്നലെയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പ്രസംഗിക്കുന്ന കേൾക്കുമ്പോൾ പടച്ചവനെ നല്ല രീതി നമ്മളെക്കാളും നല്ലപോലെ വഴുത് പറയണം. ഇപ്പൊ ഈ ഇരിക്കണ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് സ്റ്റേജിൽ കയറിയിട്ട് വഴുത് പറയണമെന്ന് പറഞ്ഞാൽ ഓൻ കയറി എന്നിട്ട് നമ്മൾ പറയണക്കാളും നല്ലപോലെ പറയും. അത്രത്തോളം അറിവുണ്ട്. വഴുത് കേൾക്കാൻ പഠിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, ജീവിതത്തിൽ ഇല്ലാതെ പോയി. അപ്പൊ എല്ലാരും ചോദിക്കുന്നത്, ഉസ്താദെ എൻ്റെ വാപ്പായ്ക്ക് പ്രായമായി, ഇയാൾ എന്തേ ഉസ്താദെ നന്നാകാത്തെ? മുടിയൊക്കെ നരച്ചു എന്നിട്ട് ഇയാൾ ഇപ്പോഴും ചാറ്റിക്കൊണ്ട് നടക്കാം, ഇപ്പോഴും ഇങ്ങനെ നടക്കുക. എന്ത് സ്വഭാവം! അല്ലാഹ് ഇനിയും കെട്ടണോന്നാ പറയുന്നത്. അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. പ്രായമായിട്ടില്ല താത്തമാരെ, ഓന് പ്രായമായി, മുടിയൊക്കെ നരച്ചു, മുടി പൊഴിഞ്ഞു, തൊലിയൊക്കെ ചുളുങ്ങി, എന്നിട്ട് ഓന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല. എന്തേ ഉസ്താദെ എൻ്റെ ഇച്ഛ എങ്ങനെ ആയിപ്പോയ? നിന്റെ ഒരു സംശയമില്ലേ? നിങ്ങൾക്ക് സംശയമില്ലേ? ഇവള് വഴുതിന് പോകുന്നു, മരിച്ച വീട്ടിൽ പോകുന്നു, എവിടെല്ലാം പോണു. എന്താ അല്ലാഹ് എൻ്റെ ഭാര്യ ഇങ്ങനെ? ഇവിടെ നാവെടുത്താ നല്ലത് മാത്രമല്ലേ പറയുന്നുള്ളൂ. എന്റെ ഉസ്താദെ എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിപ്പോയെ, നന്നാകുന്നില്ലല്ലോ, ഇവിടെ ഇബാദത്തൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇവിടെ ഇങ്ങനെ നടക്കല്ലേ. പിന്നെ ചോദിക്കുന്നു, ഉസ്താദെ 18 വയസ്സല്ലേ ഇവനായുള്ളൂ, 15 വയസ്സല്ലേ ആയുള്ളൂ, 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുവൻ എന്താ ഉസ്താദ് ഇങ്ങനെ? ഞങ്ങൾ കരഞ്ഞു നോക്കി, തല്ലി നോക്കി, ഉപദേശം നോക്കി, വഴുത് കേൾപ്പിച്ചു നോക്കി, ഒരു മാറ്റം ഇല്ലല്ലോ ഇവന്. എന്തേ അതിൻ്റെ കാരണം? നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യം. മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ മുസ്ലിം പെൺകുട്ടി ആ മുസ്ലിമിന്റെ കൂടെ കല്യാണത്തിന്റെ തലേന്ന് ഒളിച്ചോടിപ്പോയി തലയിൽ തുണിയിട്ടുണ്ടാ നിൽക്കുന്നത്. ഞാനാണെങ്കിൽ ഈ അടുത്ത് ഒരു അമുസ്ലിമായ ഒരു പയ്യനുമായിട്ട് പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുസ്താദെ ഇതിനെ ഒന്ന് ഉപദേശിക്കാൻ. അപ്പം ഞാനിങ്ങനെ ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ എന്താ ഇങ്ങനെ, നീ എന്തായി കാണിക്കണം? ഇല്ല ഉസ്താദെ, എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, ഞാൻ അവൻ്റെ കൂടെ പോകും, അവൻ അവൻ്റെ മതമനുസരിച്ച് ജീവിക്കും, ഞാൻ എൻ്റെ മതമനുസരിച്ച് ജീവിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ആ പെണ്ണ് പറയുന്ന അവൻ ഹിന്ദുവാ, ഹൈന്ദവ വിശ്വാസി, അവൻ അവൻ്റെ വിശ്വാസത്തിൽ ജീവിക്കും, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ജീവിക്കും. ഇതാണ് ഇന്നത്തെ കുട്ടികൾ. അവർക്ക് അറിയാനിട്ടല്ല, എല്ലാം അറിയാം, മരണവും ഖബറും നരകവും എല്ലാം അറിയാം, എന്നിട്ട് നന്നാകുന്നില്ല. എത്ര ഉപദേശിച്ചിട്ടും കേറണില്ല. ഞാനിത് ചോദിച്ചത് നാട്ടിൽ വെച്ചായിരുന്നു, എനിക്ക് വിഷമമില്ല. ചോദിച്ചത് നല്ല ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. അള്ളാഹു പൊന്നുമോളെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ചോദിച്ച സ്ഥലം പോലും പുണ്യഭൂമിയായിരുന്നു. അതാ മനസ്സിലാക്കണ്ടേ. അപ്പൊ ഞാൻ ചോദിച്ചത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിർത്തുകയാ. നന്നാകാത്തതിൻ്റെ കാരണം അല്ല പറയുന്നുണ്ട്. അള്ളാഹു പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുകിറ ബിആയാതി റബ്ബി. എത്ര ഉപദേശം കേട്ടാലും നമ്മുടെ മക്കളും ബാപ്പയും ഉമ്മയും പ്രായമായവരും നന്നാകാത്തതിന്റെ കാരണം അല്ലാഹു പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കൂല, ആദരിക്കൂല, ബഹുമാനിക്കില്ല, പരിഗണിക്കില്ല, കളിയാക്കലാണ്, നിസാരമാക്കല. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് ഉസ്താദന്മാരർത്ഥം പറയുമ്പോ നിങ്ങൾ പലരും പറയും പിരിക്കാനാണെന്ന്, ഇതൊക്കെ വെറുതെയാണെന്ന്. കളിയാക്കുന്നവരെ, ഖുർആനിനെ നീയൊക്കെ കളിയാക്കിയാൽ അല്ലാഹു തരുന്ന ശിക്ഷയാണ്. വഇൻ തദ്ഊഹും ഇലൽ ഹുദാ
ഫലയഹ്തദൂ ഇദൻ അബദാ ഒരിക്കലും നന്നാകില്ലടോ ഒരിക്കലും നന്നാകില്ല ഒരിക്കലും നന്നാകില്ല അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല അവരുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രകാശം കേറൂല സിറാജല്ല പറയുന്നത് അല്ലാഹുവാണ് വൈന തദൂഹും മിലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ നീ ചോദിക്കുന്നല്ലോ ഉസ്താദേ ഉമ്മയായ ഞാൻ കരയുകയാണ് എൻ്റെ മകള് മാറുന്നില്ല അവള് തല്ലുന്നു ഉസ്താദേ എൻ്റെ മകന് കഞ്ചാവടിച്ചിട്ട് എന്നെ തല്ലാൻ വരികയാണ് എൻ്റെ ഉപ്പാ പടച്ചവനെ സ്വന്തം ഉപ്പയെ തല്ലുന്നു എന്തെല്ലാം പറഞ്ഞിട്ടും ഇവൻ നന്നാകുന്നില്ല എന്തേ നന്നാകാത്തത് നിന്റെ മോള് കേൾക്കുന്നില്ല ഉമ്മ നീ പറയുന്നത് കേൾക്കുന്നില്ല നീ പറയുന്നത് കേൾക്കുന്നില്ല കേട്ടാലല്ലേ അവര് നന്നാകൂ ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഊദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ അല്ലാഹു ചിലരുടെ ചെവി അടച്ചു വെച്ചിരിക്കുകയാണ് ഹൃദയം സീല് വെച്ചിരിക്കുകയാണ് ഹൃദയം സീല് വെച്ചിരിക്കുകയാണ് കള്ളു കുടിച്ചതിന്റെ പേരിലല്ല വ്യഭിചരിച്ചതിന്റെ പേരിലല്ല ശിർക്ക് ചെയ്തതിന്റെ പേരിലല്ല നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല അല്ലാഹനെ മറന്നു നടന്നതിന്റെ പേരിലല്ല അല്ലാഹുവിന്റെ കലാം കേട്ടിട്ട് പരിഗണിക്കാത്ത ഒറ്റ കാരണത്തിന്റെ പേരിലാ അള്ളാന്റെ ഖുർആൻ ആ ഖുർആനിനെ പരിഗണിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു കൊടുത്ത ശിക്ഷയാണ് അതുകൊണ്ട് പേടിക്കണേ മുസ്ലിമേ അല്ല എഴുതി തെള്ളിയാ നിന്റെ കാര്യം പോക്കാ അല്ല എഴുതി തെള്ളിയാ പെങ്ങളെ പിന്നെ ഒരു കാലത്തും നന്നാക്കാൻ ആരെ കൊണ്ടും കഴിയില്ല അതുകൊണ്ട് ഭയപ്പെടണേ പേടിക്കണേ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഖുർആൻ ഇറങ്ങിയ മാസമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഖത്തമൂദിയ മാസമാണ് ഖത്തം തീർത്ത മാസമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പാരായണം ചെയ്തോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എത്രത്തോളം പാരായണം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം പാരായണം ചെയ്യണേ.